ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗാർലിക് പേസ്റ്റിൻ്റെ, അതായത് മയോണൈസിൻ്റെ റെസിപ്പിയും അതിനോടൊപ്പം തന്നെ ഒരു ചില്ലി പേസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മയോണൈസ് ഉണ്ടാക്കാം. മയോണൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നീട് എടുത്തിരിക്കുന്ന ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. പിന്നീട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുട്ടൻ്റെ വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നീട് എടുത്തിരിക്കുന്നത് ഒരു നാരങ്ങൻ്റെ നീരാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് കൊടുത്തിട്ട് അതിലോട്ട് നമുക്കിവിടെ നമ്മളെടുത്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച നാരങ്ങ നീരും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സിൻ്റെ ജാറിൽ നമ്മൾ മിക്സിയിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വിട്ടാൽ മതിയാവും. ഇപ്പം ഞാനിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്ര മാത്രം നമുക്ക് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നീട് നമ്മൾ എടുത്തു വെച്ച മുട്ടൻ്റെ വെള്ള ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചായിട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്നും കൂടെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം നമുക്കൊരു മയോണൈസിൻ്റെ കട്ടയാവുന്നത് വരെ, മയോണൈസിൻ്റെ ഒരു പരുവാവുന്ന വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുറച്ചായിട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനൊരു 3 പ്രാവശ്യമായിട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ഇപ്പം നമ്മുടെ ഗാർലിക് പേസ്റ്റ് മയോണൈസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഇതേ ഒരു പരുവത്തിൽ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർലിക് പേസ്റ്റ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ചില്ലി പേസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ചില്ലി പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കാശ്മീരി ചില്ലിയോ ഏത് ചില്ലി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഒരു 10-15 എണ്ണമാണ് എടുത്തിരിക്കുന്നത് ചില്ലി. പിന്നീട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ഉപ്പാണ്. പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലാണ് ഇവിടെ ആവശ്യം. പിന്നീട് നമ്മളിവിടെ വിനാഗിരിയാണ് ചേർക്കുന്നത് കേട്ടോ. വിനാഗിരി ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം വിനാഗിരി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് ഈ വറ്റൽ മുളക്, അതായത് റെഡ് ചില്ലിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പാനിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളവും നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടിക്കിടക്കാൻ, ഈ റെഡ് ചില്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടിക്കിടക്കേണ്ട പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മളുടെ നന്നായിട്ട് ചില്ലിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില്ലിയെ നമുക്കിനി ഓഫ് ചെയ്തെടുക്കാം. നമ്മളുടെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിൻ്റെ ജാറിലോട്ട് ചില്ലീനെ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ഗാർലിക്കും ജിഞ്ചറും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നല്ലൊരു പേസ്റ്റിൻ്റെ രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചില്ലിൻ്റെ പേസ്റ്റ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞിട്ടാണല്ലേ. ഇനി നന്നായിട്ട് നമുക്ക് കുറുകിയെടുക്കുന്ന സമയത്ത് ഈ എണ്ണ മുഴുവൻ നന്നായിട്ട് കുറുകി വരും. അതുവരെ നമുക്കൊന്ന് കുറുകി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ടൊമാറ്റോ സോസും അതുപോലെ സോയാ സോസും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ കുറുക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒരു അല്പം മാത്രം ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്താൽ മതിയാവും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. കളർ ചേഞ്ചൊക്കെ നന്നായിട്ട് മാറിക്കഴിഞ്ഞ് നല്ല റെഡിഷ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചില്ലി പേസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന
ചില്ലി പേസ്റ്റാണിത്. എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മയണൈസും അതുപോലെ തന്നെ ചില്ലി പേസ്റ്റും വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഓൾ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.